മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു ഇൻഫ്ലുവൻസർ തന്നെയാണ് ഗ്ലാമി ഗംഗ. ഗ്ലാമി ഗംഗ വിവാഹിതയായി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഗുരുവായൂർ ക്ഷേത്രനടയിൽ വെച്ചാണ് ഗ്ലാമി വിവാഹിതയായിരിക്കുന്നത്. ഇൻഫ്ലുവൻസറും ഇതിനോടകം തന്നെ നിരവധി പ്രേക്ഷകരെ സ്വീകാര്യതമായി സ്വീകരിച്ച ഒരു താരം കൂടിയാണ് ഗ്ലാമി ഗംഗ. ഗംഗ എന്നാണ് യഥാർത്ഥ പേരെങ്കിലും ഗ്ലാമി ഗംഗ എന്ന ഇൻസ്റ്റഗ്രാം ഐഡിയിലൂടെയും യൂട്യൂബ് ഐഡിയിലൂടെയുമാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇപ്പോൾ വിഷ്ണുവിനും ഗംഗയ്ക്കും ആശംസകൾ അറിയിച്ച് എത്തുകയാണ്. ഗ്ലാമി ഗംഗയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗമാണ് വൈറലാകുന്നത് എന്ന് തന്നെ പറയാം. ഗംഗയുടെ വാർത്തകൾ ഇതിനോടകം പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആശംസാപൂർവ്വം തന്നെയാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. നിരവധി കാര്യങ്ങൾ ഇതിനു മുൻപ് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഗ്ലാമിയുടെ വിവാഹ വിശേഷങ്ങളായിരുന്നു കുറച്ചധികം നാളുകളായി തന്നെ താരം സംസാരിച്ചു കൊണ്ടിരുന്നത്. അതിൻ്റെ വാർത്ത തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നതും എന്നും പറയാം. ആരാധകർ വളരെയധികം തന്നെ ചർച്ച ചെയ്യുന്നൊരു വിഷയവുമായി ഇത് മാറുകയാണ്. കുറേയധികം നാളുകളായി തന്നെ പ്രേക്ഷകരെല്ലാവരും കാണുന്നൊരു വാർത്ത കൂടിയാണിത്. സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ നിരവധി പ്രേക്ഷകർ ആശംസകൾ അറിയിക്കുകയും ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പാണ്ടി നൈറ്റ് എന്ന പേരിൽ വിവാഹാഘോഷം നടത്തി 2 ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ താരത്തിൻ്റെ പേര് വളരെ രീതിയിൽ വൈറലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ബ്ലോഗറും ഒക്കെയായ ഗ്ലാമി ഗംഗയുടെ വിവാഹത്തോടനുബന്ധിച്ചായിരുന്നു പല ആഘോഷങ്ങൾ നടന്നത്. പാണ്ടി നൈറ്റ് എന്ന പേരിലായിരുന്നു ആഘോഷം ആദ്യം നടത്തിയത്. പിന്നീട് മെഹന്തിയും അതുപോലെ പല ആഘോഷങ്ങളും ഉണ്ടായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞത്. വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഏപ്രിലിൽ വിവാഹമുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിലും എന്നാണ് വിവാഹമെന്ന് ശരിക്കും പറഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസത്തിന് മുമ്പായിരുന്നു 20-ാം തീയതി ഗുരുവായൂരിൽ വെച്ചാണ് വിവാഹമെന്ന് എല്ലാവരും അറിഞ്ഞത്. ഒരിക്കലും ഒരു ജാതിയോ കുലത്തെയോ അവഹേളിച്ചുകൊണ്ടല്ല അങ്ങനൊരു പേരിട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് പാണ്ടി നൈറ്റിനെ കുറിച്ചുള്ള വിശദീകരണവുമായി ഗംഗ എത്തിയിട്ടുണ്ടായിരുന്നു. പ്രേക്ഷകർ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. അല്ലാതെ ഒരിക്കലും തമിഴ്നാട്ടുകാരെ അവഹേളിച്ചതല്ല എന്നും തമിഴ്നാടുമായും നാട്ടുകാരുമായി എനിക്ക് നല്ല ബന്ധമാണുള്ളതെന്നും ഗംഗ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗംഗ ആ ഒരു വിശേഷ ദിവസത്തെ അങ്ങനെയാണ് ആഘോഷമാക്കി മാറ്റുന്നത്. ഹൽദി എന്നത് മലയാളികളുടെ ആഘോഷമല്ല, അതും നോർത്ത് ഇന്ത്യയിലെ ആഘോഷമാണ്. അതിനെ വിളിക്കുന്നത് പോലെ തന്നെയാണ് ഞങ്ങൾ ഇതിനെയും വിളിച്ചത്. അല്ലാതെ ഞങ്ങൾ ആരെയും അവഹേളിച്ചതല്ല എന്ന് ഗ്ലാമി ഗംഗ എടുത്തു പറയുകയുണ്ടായി. പ്രേക്ഷകരുടനീളം തന്നെ ഗ്ലാമിയെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട്. അപ്പു എന്നാണ് ഗ്ലാമി ഗംഗയുടെ പ്രതിശുദ്ധ വരനെ എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്നത്. ഒരു എഡിറ്ററും അതുപോലെ തന്നെ ഗ്ലാമിയുടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്തു കൂടിയാണ്. രണ്ടുപേരും തമ്മിലുള്ള വിവാഹം ഒരുമിച്ച് ഇവരുടെ വീട്ടുകാർ ആലോചിച്ചതാണ് എന്നും ഗംഗയുടെ അമ്മയാണ് ഇത്തരമൊരു തീരുമാനം എടുത്തതെന്നും പറയുന്നു. വിഷ്ണുവിൻ്റെ 2ാം വിവാഹമാണ് എന്നും ആ വിവാഹത്തിൽ ഒരു കുഞ്ഞുണ്ട് എന്നുള്ള കാര്യം ഇവർ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ എത്തിച്ച് അറിയിച്ചത്. അതിനെ തുടർന്ന് തന്നെ ഒരുപാട് വിമർശനങ്ങളുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ മറികടന്നാണ് ഗ്ലാമി ഗംഗ ഇതുവരെ എത്തിയത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.